2015 പുറത്തിറങ്ങിയ ഒരു ജാപ്പനീസ് സയൻസ് ഫിക്ഷൻ സിനിമയാണ് അസാസിനേഷൻ ക്ലാസ് റൂം. ഇതിലൊരു ബഹിരാകാശ ജീവി ചന്ദ്രൻ്റെ പകുതിയോളം നശിപ്പിച്ചു. പിന്നീട് അവൻ ഭൂമിയിലേക്ക് എത്തുന്നു. ഇനി 1 വർഷത്തിനുള്ളിൽ ഭൂമിയെ നശിപ്പിക്കുമെന്ന് പറയുന്നു. അതിനു മുമ്പ് അവൻ ഒരു ഓഫർ കൊടുക്കുകയാണ്. സിനിമയുടെ തുടക്കത്തിൽ ചന്ദ്രനെ പകുതിയോളം നശിപ്പിച്ച ഒരു ഏലിയനെയാണ് കാണുന്നത്. പിന്നീട് കാണിക്കുന്ന ഒരു വലിയൊരു സ്കൂളാണ്. അവിടെയുള്ള കുട്ടികളെയൊക്കെ 2ആയി തരംതിരിച്ചിട്ടുണ്ട്. പഠിക്കുന്ന കുട്ടികൾ വേറെ സെക്ഷനും പഠിക്കാത്ത കുട്ടികൾ വേറെ സെക്ഷനും. പഠിക്കാത്ത കുട്ടികൾക്കായി സെക്ഷൻ ഇ എന്ന് പറയുന്ന ഒരു ക്ലാസ് റൂമാണ്. അങ്ങനെ അവരെല്ലാം അവരുടെ ക്ലാസ് റൂമിലേക്ക് പോവുകയാണ്. അവരെ ക്ലാസ് റൂം നോക്കുമ്പോൾ വളരെ മോശമായൊരു ക്ലാസ് റൂമാണ്. ഒരു ഷെഡ് പോലെയുള്ള ക്ലാസ് റൂമാണ്. അങ്ങനെ അവർ ക്ലാസ്സിലേക്ക് കയറിയിരിക്കുമ്പോൾ ക്ലാസ് ടീച്ചറായി വന്നത് ഒരു ഏലിയനാണ്. ആ ഏലിയൻ പറയുകയാണ്, ഞാനാണ് ചന്ദ്രനെ നശിപ്പിച്ചത്. ഇനി ഈ ഭൂമിയെ ഞാൻ നശിപ്പിക്കും 1 വർഷത്തിനുള്ളിൽ. നിങ്ങൾക്ക് ഒരു ഓഫർ തരുവാണ്. 1 വർഷത്തിനുള്ളിൽ എന്നെ നിങ്ങൾക്ക് കൊല്ലാൻ കഴിയുമെങ്കിൽ ഈ ഭൂമിയെ നിങ്ങൾക്ക് രക്ഷിക്കാമെന്ന്. അങ്ങനെ അവിടേക്ക് ഒരു മിലിറ്ററി ഓഫീസർ വരുവാണ്. എന്നിട്ട് അവർ പറയുകയാണ്, നിങ്ങളുടെ കയ്യിലാണ് ഇപ്പോൾ ഭൂമി. നിങ്ങൾക്ക് ഇപ്പം ഭൂമിയെ രക്ഷിക്കാനാവുള്ളൂ. പിന്നെ ഈ കാര്യം പുറത്താരോടും പറയരുത്. ഇതിനെ കൊല്ലാനുള്ള ടെക്നിക്സൊക്കെ ഞങ്ങൾ തന്നെ പഠിപ്പിച്ചു തരാം. പിന്നെ ഈ പെട്ടിയിൽ നിറയെ ആയുധങ്ങളാണ്. എന്നിട്ട് ആ പെട്ടി തുറന്ന് കാണിച്ചു കൊടുക്കുവാണ്. നോക്കുമ്പോൾ അതിൽ നിറയെ തോക്കുകളൊക്കെയാണ്. എന്നിട്ടൊരു ഡെമോ കാണിച്ചു കൊടുക്കുകയാണ് അതിനെ കൊല്ലാൻ വേണ്ടി. എന്നാൽ ചിന്തിക്കാൻ പോലും കഴിയാത്ത വേഗതയാണ് അതിന്. അപ്പോൾ അത് മിലിറ്ററി ഓഫീസറുടെ കയ്യിൽ നിന്നും ഒരു ഗണ്ണ് വാങ്ങിയിട്ട് അതിൻ്റെ കൈ ഷൂട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ആ കൈ നിലത്ത് വീണിരിക്കുവാണ്. എൻ്റെ കുട്ടികൾ നോക്കുമ്പോൾ പേടിക്കുവാണ്. അപ്പോൾ അത് വീണ്ടും തിരിച്ചു വന്നിരിക്കുവാണ്. ഇപ്പോൾ ആ കുട്ടികൾക്ക് നല്ലവണ്ണം മനസ്സിലായിരിക്കുവാണ് ആ ഏലിയനെ കുറിച്ച്. ഇപ്പോൾ അവരുടെ ഫസ്റ്റ് ക്ലാസ് തുടങ്ങുന്നു. അങ്ങനെ അവർ ഒരു ഗണ്ണെടുത്തിട്ട് എല്ലാവരും കൂടി ആ ഏലിയനെ ഷൂട്ട് ചെയ്യുന്നു. എന്നാൽ അതിൻ്റെ ദേഹത്ത് ഒരു ഉണ്ട പോലും കൊള്ളുന്നില്ല. അത് വേഗത്തിൽ മാറുന്നു. ഇപ്പോൾ മിലിറ്ററി ഓഫീസർ അവർക്കായി ഒരു അസിസ്റ്റൻറ്റിനെ കൊടുക്കുന്നു. അവളും ശ്രമിക്കുന്നു. എന്നാൽ അവളെ കൊണ്ടും അതിൻ്റെ ദേഹത്ത് ഒരു ഉണ്ട പോലും കൊള്ളിക്കാനാവുന്നില്ല. ഇപ്പോൾ നമ്മുടെ ഹീറോ ഒരു ഡയറിയിൽ ഈ ഏലിയൻ്റെ സ്വഭാവങ്ങളൊക്കെ എഴുതിയിരിക്കുവാണ്. അതിൻ്റെ കഴിവുകളൊക്കെ എഴുതിയിരിക്കുവാണ്. പിന്നീട് ഇവൻ പുറത്തു പോയിട്ട് 2 പേരോട് ഈ കാര്യങ്ങളൊക്കെ പറയുകയാണ്. എന്നിട്ട് ഇവർ 3 പേരും ചേർന്ന് ഒരു ഐഡിയ ഇടുവാണ് ഏലിയനെ കൊല്ലാൻ വേണ്ടി. അങ്ങനെ ഇവൻ ഒരു കത്തിയും കയ്യിൽ ഒളിപ്പിച്ചു വെച്ചിട്ട് ആ ഏലിയൻ്റെ അടുക്ക പോവുകയാണ്. അങ്ങനെ അത് ഏലിയൻ കണ്ടുപിടിക്കുന്നു. ഏലിയൻ ഇവൻ്റെ ദേഹത്ത് നോക്കുമ്പോൾ ഒരു ബോംബ് കണ്ടു. അപ്പോൾ അതിലുള്ള ഒരുത്തൻ ആ ബോംബിൻ്റെ സ്വിച്ച് അമർത്തിയതും അത് പൊട്ടുകയാണ്. അങ്ങനെ പൊട്ടിയതിന് ശേഷം അവന് ജീവൻ ഉണ്ടായിരുന്നു. ആ ഏലിയൻ്റെ പൊടി പോലും കാണുന്നില്ല. അപ്പോൾ എല്ലാവരും സന്തോഷിക്കുകയാണ്. എന്നാൽ അവർ കുറച്ച് കഴിഞ്ഞ് മുകളിലോട്ട് നോക്കുമ്പോൾ ഏലിയൻ ഒരു ലൈറ്റിൻ്റെ മുകളിൽ നിൽക്കുന്നു. ഇതെല്ലാം ഏലിയൻ്റെ കളികളായിരുന്നു. അവനെ രക്ഷിച്ചതും ഏലിയനായിരുന്നു. അപ്പോൾ ഏലിയൻ പറയാണ്, നിങ്ങൾ ഈ റൂള് തെറ്റിച്ചു. നിങ്ങൾക്ക് എന്നെ തോക്ക് കൊണ്ട് മാത്രമേ കൊല്ലാൻ കഴിയൂ. നിങ്ങൾ ഇനി റൂള് തെറ്റിക്കുന്നതാണെങ്കിൽ നിങ്ങളെ ഞാനൊന്നും ചെയ്യില്ല. നിങ്ങളുടെ ഫാമിലിയുള്ളവരെ ഞാൻ കൊല്ലുകളയുമെന്ന് പറഞ്ഞ് പേടിപ്പിക്കുവാണ്. അപ്പോൾ ഏലിയൻ്റെ കളറ് മാറിയിരിക്കുവാണ്. ദേഷ്യപ്പെട്ടത് കൊണ്ട് ചുവപ്പ് കളറായിരിക്കുവാണ് ഏലിയൻ്റെ. ഇപ്പോൾ ഇവർ ഏലിയനെ കൊല്ലാൻ വേണ്ടി അടുത്ത പ്ലാൻ ചെയ്യുകയാണ്. അങ്ങനെ ഏലിയൻ ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോൾ അതിനെ വലയിട്ട് പിടിച്ചിട്ട് എല്ലാവരും ഗണ്ണെടുത്തിട്ട് അതിൻ്റെ നേരെ ഷൂട്ട് ചെയ്യുന്നു. എന്നാൽ അവിടുന്നും ആ ഏലിയൻ രക്ഷപ്പെടുന്നു അതിൻ്റെ വേഗത ഉപയോഗിച്ച്. ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു മിലിറ്ററി ഓഫീസറും പിന്നെ അസിസ്റ്റൻറ്റ് ലേഡിയും. അങ്ങനെ സെക്ഷൻ ഇ ക്ലാസ്സിലേക്ക് ഒരു പുതുതായി ഒരു കുട്ടി വരികയാണ്. അവനൊരു ബ്രില്യൻ്റ് ആയിരുന്നു. അവൻ അടിയുണ്ടാക്കിയത് കൊണ്ടാണ് മറ്റേ കുട്ടികളുടെ ഇടയിൽ നിൽക്കും സെക്ഷൻ ഇയിലേക്ക് ആക്കിയത്. അപ്പോൾ അവൻ നേരെ ഏലിയൻ്റെ അടുക്ക പോയിട്ട് ഷെയ്ക്കൻഡ് കൊടുക്കുകയാണ്. അങ്ങനെ ഷെയ്ക്കൻഡ് കൊടുത്തതും ഏലിയൻ്റെ കൈക്ക് ഷോക്ക് അടിക്കുവാണ്. കാരണം അവൻ്റെ കയ്യിലൊരു സംഭവം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് തോക്കൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെ ഇതൊക്കെ കണ്ടായിരുന്നു ആ ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളും. പിന്നെ ഇവർ പല ശ്രമങ്ങളും നടത്തി. എന്നാൽ ഒന്നും വിജയിക്കുന്നില്ലായിരുന്നു. എല്ലാം ഏലിയൻ കണ്ടുപിടിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമ്മുടെ ഹീറോ വന്നിട്ട് ഇവൻ്റെയോട് ചോദിക്കുവാണ്, നീ നല്ലോണം പഠിക്കാൻ കഴിവുള്ള കുട്ടിയല്ലേ, നീ എന്താ ഇതിൽ നിന്ന്? അപ്പോൾ അവൻ പറയാണ്, എൻ്റെ ക്ലാസ്സിലെ ഒരു കുട്ടീനെ മറ്റുള്ള ക്ലാസ്സിലെ കുട്ടികൾ ആക്രമിച്ചപ്പോൾ അവനെ ഞാൻ രക്ഷപ്പെടുത്തി. എന്നാൽ ഇതൊന്നും ഒരു ടീച്ചറും വിശ്വസിക്കുന്നില്ലായിരുന്നു. എന്നെ എല്ലാവരും ഒരു കുറ്റവാളിയായാണ് കണ്ടത്. അതുകൊണ്ട് എനിക്കൊരു പണിഷ്മെൻറ്റ് തന്നതാണ് ഈ സെക്ഷൻ ഈ ക്ലാസ് എന്ന്. എന്നാൽ ഇതൊക്കെ കേട്ടിരിക്കുന്നുണ്ടായിരുന്നു ഏലിയൻ ഇവരെ പിന്തുടരുകയാണ്. അങ്ങനെ ഇവൻ ഏലിയൻ്റോട് പറയുകയാണ്, നിങ്ങളൊരു നല്ല ടീച്ചറാണെങ്കിൽ എന്നെ സഹായിക്കും. ഞാൻ ഈ മലേൻ്റെ മുകളിൽ നിന്നും താഴേക്ക് തുള്ളാൻ പോവുകയാണ്. എല്ലാ ടീച്ചറും ഹെൽപ്പ് ചെയ്യുന്നതാണ് ടീച്ചർ എന്നൊക്കെ പറഞ്ഞ് ഇവൻ നേരെ താഴേക്ക് തുള്ളുകയാണ്. ഒന്നല്ലെങ്കിൽ ഇവൻ്റെ ജീവൻ അല്ലെങ്കിൽ ഏലിയൻ്റെ ജീവൻ എന്ന് വിചാരിച്ചാണ് ഇവൻ തുള്ളിയത്. പക്ഷെങ്കിൽ ഏലിയൻ ഒരു ചിലന്തി വലയിട്ടിട്ട് ഇവനെ രക്ഷിക്കുകയാണ്. അപ്പോൾ ഏലിയൻ ഇവൻ്റോട് പറയുകയാണ്, ഇത് നല്ല ഐഡിയ ആയിരുന്നു, പക്ഷേ ഇതൊന്നും എൻ്റെ അടുക്ക നടക്കില്ല എന്ന്.
അങ്ങനെ അവിടെയുള്ള എല്ലാ സൈനികരും ചേർന്ന് ഏലിയനെ കൊല്ലാനുള്ള ശ്രമമാണിപ്പോൾ. ഒരു വലിയ മിസൈലൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഇവർ ഏലിയനെ കൊല്ലാൻ ശ്രമിക്കുന്നത്. എന്നാൽ എല്ലാം ഏലിയൻ തടഞ്ഞിട്ടുണ്ടായിരുന്നു. അവനെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലായിരുന്നു ആർക്കും. അപ്പോൾ ഇവർ പുതിയൊരു തീരുമാനം കൊണ്ടുവന്നിരിക്കുകയാണ്. ക്ലാസ് റൂമിൽ ഒരു റോബോട്ട് സ്റ്റുഡൻറ്റിനെ ഏർത്തെടുത്തിരിക്കുകയാണ്. അങ്ങനെ ഏലിയൻ അത് സമ്മതിച്ചു. അങ്ങനെ ഏലിയൻ്റെ ക്ലാസ്സിൽ ഇപ്പോൾ ആ റോബോട്ട് സ്റ്റുഡൻറ്റും ഉണ്ടായിരുന്നു. ഏലിയൻ ക്ലാസ്സിൽ വന്നതും ആ റോബോട്ട് വേഗം ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ കുട്ടികളൊക്കെ അത് കണ്ട് പേടിച്ചിട്ട് അവർ ഡെസ്കിൻ്റെ അടിയിൽ പോയി ഒളിച്ചിരിക്കുകയാണ്. ഇവർ എന്താ നടക്കുന്നതെന്നും തിരിയുന്നില്ല. അപ്പോൾ കുട്ടികൾ പറയുകയാണ്, ഇത് നമുക്ക് തന്നെ ആപത്താണ്, ഇതിന് നമ്മൾ എന്തും ചെയ്യണമെന്ന്. എന്നിട്ട് ആ റോബോട്ടിനെ ഇപ്പോൾ അവർ കെട്ടിയിട്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെയുള്ള എല്ലാ സ്റ്റുഡൻസും പോയതിനു ശേഷം ഏലിയൻ ആ റോബോട്ടിൻ്റെ അടുക്ക ചെന്നിട്ട് പറയുകയാണ്, നിനക്ക് എന്നെ കൊല്ലണമെങ്കിൽ ഇവിടെയുള്ള എല്ലാ കുട്ടികളോടും നീ ഫ്രണ്ട്ലി ആയിരിക്കണം. അതും പറഞ്ഞ് അവൻ ആ ചെയിൻ അയച്ചു വിടുകയാണ്. ഇപ്പോൾ ആ റോബോട്ട് എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ പിറ്റേ ദിവസം എല്ലാവരുടെയും മൊബൈലിലേക്ക് ഒരു മെസ്സേജ് അയക്കുകയാണ്. ഇപ്പോൾ അവളോട് എല്ലാവരും ഫ്രണ്ട്ലി ആയിരിക്കുവാണ്. അവളോട് നല്ല ക്ലാസ്സിലെ കുട്ടികളെ പെരുമാറുന്ന പോലെ തന്നെയാണ് അവളോടും പെരുമാറുന്നത്. ഇപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ മുകളിൽ നിന്നും ആരോ താഴേക്ക് വരുന്നു. അതൊരു പുതിയ അഡ്മിഷനാണ്. അവളെ തന്നെ പൊക്കി പറയുകയാണ്, ഞാനാണ് ഈ ക്ലാസ്സിൽ ഏറ്റവും വലിയ സ്ട്രോങ്ങറും ബ്രില്യൻ്റും എന്നൊക്കെ. അത് കേട്ടതും അവൾ ട്രെയിനറും അവളെ സപ്പോർട്ട് ചെയ്യുകയാണ്. അങ്ങനെ അവൾ നേരെ ആ ബ്രില്യൻ്റ് പയ്യൻ്റെ അടുക്ക പോയിരിക്കുകയാണ്. അവനെ കുറേ ഭീഷണിപ്പെടുത്തുന്നു. പിന്നെ ഏലിയന് നേരെ പോകുന്നു. ഏലിയനെ നേരെ പോയതും അവളുടെ ട്രെയിനർ നേരെ അറ്റാക്ക് ചെയ്യാൻ പറയുകയാണ്. അങ്ങനെ അവൾ ആ ഏലിയനെ അറ്റാക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ അവളുടെ തലയിൽ നിന്നും ടെൻഡക്കിൾസൊക്കെ മുളച്ചു വന്നിട്ട് അവൾ പറന്നൊക്കെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ ഏലിയൻ്റെ ദേഹത്ത് ഒരു പോറൽ പോലും ഏൽക്കുന്നില്ല. ഇപ്പോൾ ഏലിയൻ അവളെ ഒറ്റൊരടിക്ക് ആ ക്ലാസ് റൂമിൽ നിന്നും പുറത്താക്കുവാണ്. എന്നിട്ട് ആ ട്രെയിനറോട് പറയുകയാണ്, നീ ആദ്യം നിന്നെ തന്നെ ട്രെയിൻ ചെയ്യ്, എന്നിട്ട് ഇവളൊക്കെ ട്രെയിൻ ചെയ്തിട്ട് എൻ്റെ അടുക്ക പറഞ്ഞു വിടുന്നൊക്കെ ഏലിയൻ പറഞ്ഞു കൊടുക്കുവാണ്. അങ്ങനെ ഹീറോവും കുറച്ച് കൂട്ടുകാരും ചേർന്ന് ഏലിയൻ്റെയോട് ചോദിക്കുവാണ്, നിങ്ങളെന്തിനാണ് ഭൂമിയിൽ വന്നത്, പിന്നെ ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ ആയത് എന്തിനാണെന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ഏലിയൻ പറയാണ്, അതൊക്കെ നിങ്ങൾ വയ്യ മനസ്സിലാക്കോ, എല്ലാം കണ്ടു നിന്നോ, അതൊക്കെ നിങ്ങൾക്ക് പിന്നെ മനസ്സിലാവുമെന്ന്. എന്നിട്ട് പറയാണ്, നിങ്ങൾക്ക് നാളെ വലിയൊരു ട്രെയിനിങ് ആണെന്ന്. അതും പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം ഏലിയൻ എല്ലാവർക്കും ഒരേ സമയത്ത് ഒരേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഇപ്പോൾ എല്ലാം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു ഡിഫൻസ് ഓഫീസർ. അവന് മനസ്സിലാവുകയാണ് ഇവർ ഒന്നിനും മെച്ചപ്പെട്ടിട്ടില്ല, ഇവർ പണ്ടത്തെ പോലെ തന്നെയാണ് ഇപ്പോൾ എന്ന്. അത് മനസ്സിലാക്കി അവൻ ഒരു പുതിയ ട്രെയിനറെ അവിടെ രൂപീകരിച്ച് ഇരിക്കുകയാണ്. അവനൊരു ഭീകരനായിരുന്നു. അവനെ കണ്ടാൽ തന്നെ പേടിയാവും. അവൻ വല്ലാത്ത ദേഷ്യക്കാരനുമാണ്. അങ്ങനെ ഇവൻ വലിയൊരു ട്രെയിനിങ് കൊടുക്കുകയാണ് ഇവർക്ക്. അങ്ങനെ ഒരു പെൺകുട്ടിക്ക് അത് ചെയ്യാനാവാതെ ഇരിക്കുമ്പോൾ അവളെ ചെറിയ കുട്ടി എന്ന് പോലും വിചാരിക്കാതെ അവളെ അടിക്കുകയാണ്. അത് കണ്ടതും ഡിഫൻസ് മിനിസ്ട്രി ഓഫീസർ അവൻ്റെ കൈ പിടിച്ചിട്ട്, നിനക്ക് തല്ലുണ്ടാക്കണം, എൻ്റെ ഓടി തല്ലുണ്ടാക്ക്, അല്ലാതെ കുട്ടികളോടല്ല എന്ന്. അപ്പോൾ ആ ട്രെയിനർ അത് സമ്മതിക്കുവാണ്. ഇപ്പോൾ നമ്മുടെ മിലിറ്ററി ഓഫീസർ നമ്മുടെ ഹീറോൻ്റെ അടുക്ക പോയിട്ട് ഒരു കത്തി കൊടുത്തിട്ട് പറയുകയാണ്, നീ അവൻ്റെ ആദ്യം കഴുത്തിന് വെക്കുക എന്ന്. അപ്പോൾ ഹീറോ ഒരു പേടിയോടെ അവൻ്റെ അടുക്ക പോയിട്ട് അത് കറക്റ്റായി ചെയ്യുകയാണ്. അങ്ങനെ അവന് മനസ്സിലായിരിക്കുവാണ് അവൻ തോറ്റുവെന്ന്. എന്നിട്ട് അത് സമ്മതിക്കുവാണ്. അങ്ങനെ അവൻ അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ അവിടെയുള്ള എല്ലാ കുട്ടികളും അവനെ പ്രശംസിക്കാൻ തുടങ്ങിയിരിക്കുവാണ്. ഇപ്പോൾ ആ ഏലിയൻ ഡിഫൻസ് ഓഫീസറുടെ പോയിട്ട് കാര്യങ്ങൾ പറയുകയാണ്. ഇവൻ നല്ലൊരു പയ്യനാണ്, പഠിക്കാൻ കഴിവില്ലെങ്കിലും ഇവന് നല്ല ധൈര്യമാണെന്നൊക്കെ പറയുകയാണ്. പിന്നെ അടുത്ത ദിവസം ഏലിയൻ ക്ലാസ് എടുക്കാൻ വന്നപ്പോൾ മഴ പെയ്യുകയാണ്. അപ്പോൾ ആ ഏലിയൻ വ്യത്യസ്തമായ ഒരു കാര്യം ചെയ്യുകയാണ്. കുറേ പാത്രങ്ങളൊക്കെ അടുക്കി വെച്ചിട്ട് അവൻ ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഹീറോന് മനസ്സിലാവുകയാണ് ഈ ഏലിയന് വെള്ളം പ്രശ്നമാണെന്ന്. എന്നിട്ട് അത് ഡയറിയിൽ എഴുതി വെക്കുകയാണ്. അടുത്ത ദിവസം അവരൊക്കെ ക്ലാസ്സിൽ വന്നിരിക്കുകയാണ്. അവർക്ക് കുറച്ച് ഡൗട്ടൊക്കെ ഉണ്ട്. എന്നാൽ ആ ഏലിയൻ്റോട് അവർ ക്ലോസ് ആയതുകൊണ്ട് അവനെ കൊല്ലാൻ തന്നെ ആവുന്നില്ലായിരുന്നു. എന്നാലും ഭൂമിയെ രക്ഷിക്കാൻ വേണ്ടി കൊന്നാലേ പറ്റുള്ളൂ. അങ്ങനെ പിറ്റേ ദിവസം ഏലിയൻ ഒരു മീറ്റിംഗ് വെച്ചിരിക്കുവാണ്. അതിൽ ആ ഏലിയൻ നമ്മുടെ ആദ്യം വന്ന അസിസ്റ്റൻ്റ് ലേഡിയോട് ചോദിക്കുവാണ്, നിങ്ങൾ എന്നെ കൊല്ലാൻ വേണ്ടി എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ എന്ന്. അപ്പോൾ അവർ മറുപടി പറയുകയാണ്, ഒരു പ്ലാനും ഇല്ല എന്ന്. അടുത്തതായി ഏലിയൻ ആ ഓഫീസറോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണ്, ഒരു പോരാളി എങ്ങനെയാണെന്ന്. അപ്പോൾ ഓഫീസർ പറയുകയാണ്, പോരാളി എന്ന് പറയുന്നത് വിജയത്തിന് വേണ്ടി പൊരുതുന്നവനാണ് പോരാളി, ഒരിക്കലും തൻ്റെ തോൽവി സമ്മതിക്കില്ല. പിന്നെ ഏലിയൻ പറയുകയാണ്, നിങ്ങളൊന്നും ഒരിക്കലും തോറ്റ പിള്ളേരല്ല എന്ന് നിങ്ങൾ ഈ പ്രപഞ്ചത്തെ തെളിയിക്കണമെന്ന് പറയുന്നു. എന്നിട്ട് അതും പറഞ്ഞ് മുകളിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ താഴേക്ക് വന്നതും അവിടെയൊക്കെ നശിച്ചിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ഇതുപോലെയാണ് ഞാൻ ഭൂമിയെ നശിപ്പിക്കുക എന്ന്.
പിന്നെ അവൻ പറയാണ് ഈ വരുന്ന പരീക്ഷയിൽ ജയിക്കുന്ന 6 പേർക്ക് ഞാനൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് കൊടുക്കുന്നത്. അതായത് എൻ്റെ ടെൻഡക്കിൾസ് നിങ്ങൾക്ക് ഇല്ലാതാക്കാം. എൻ്റെ ടെൻഡക്കിൾസ് പോയാൽ നിങ്ങൾക്ക് അറിഞ്ഞൂടെ എൻ്റെ വേഗത കുറയുമെന്ന്. അപ്പോൾ അതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾ അത്ഭുതപ്പെട്ടും സന്തോഷിച്ചും ഇരിക്കുകയാണ്. അങ്ങനെ ഏലിയൻ പറഞ്ഞതുപോലെ ഒരു പരീക്ഷ നടത്തുകയാണ്. അങ്ങനെ പരീക്ഷയൊക്കെ നടത്തി കൊണ്ടുവരുമ്പോഴൊക്കെ ഈ പിള്ളേർക്ക് ആ ഏലിയൻ്റോടുള്ള അടുപ്പം കൂടിക്കൂടി വരികയാണ്. ഇപ്പോൾ പരീക്ഷയുടെ റിസൾട്ട് വന്നിരിക്കുകയാണ്. അങ്ങനെ ഏലിയൻ പറഞ്ഞതുപോലെ ആ വിജയിച്ച 6 പേർക്ക് അയാളുടെ ടെൻഡക്കിൾസ് 6 മുറിക്കാമെന്ന് പറഞ്ഞതുപോലെ തന്നെ സമ്മതിക്കുകയാണ്. ഇപ്പോൾ ഏലിയനെ ഒരു സ്ഥലത്ത് കെട്ടിയിട്ടിരിക്കുകയാണ്. എന്നിട്ട് അവർ എല്ലാ 6 പേരും ചേർന്ന് ഏലിയൻ്റെ ടെൻഡക്കിൾസ് ഷൂട്ട് ചെയ്യുന്നു. അതുകൂടാതെ അതിൻ്റെ ദേഹത്ത് നിറയെ വെള്ളവും ഒഴിക്കുകയാണ്. ഇപ്പോൾ ആ ഏലിയനെ കാണുന്നത് തന്നെ ഇല്ല, അതെവിടെയോ പോയിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ അതൊരു ഗ്ലാസിൻ്റെ ഉള്ളിൽ നിൽക്കുകയാണ്. ഇപ്പോൾ എന്നാ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ കുറേ പേര് ജീപ്പിലേക്ക് വരികയാണ് അവിടേക്ക്. അങ്ങനെ അതാരാന്ന് നോക്കിയാൽ ആദ്യത്തെ ആ ട്രെയിനറില്ലേ അവനൊരു ദുഷ്ടനായിരുന്നു. അവൻ പറയുകയാണ് ഈ വെള്ളത്തിൽ ഞാനൊരു കെമിക്കൽ കലർത്തിയിട്ടുണ്ട്, നിങ്ങളൊക്കെ ഉടനെ മരിക്കുമെന്ന്. നോക്കുമ്പോൾ അവൻ്റെ കൂടി ആദ്യം അഡ്മിഷൻ എടുത്ത ആ കുട്ടിയും ഉണ്ടായിരുന്നു. അവൻ പറയുകയാണ് നിങ്ങൾ ആ ഏലിയനെ തന്നാൽ നിങ്ങൾക്ക് ഇതിനുള്ള മരുന്ന് ഞാൻ തരാമെന്ന്. നോക്കുമ്പോൾ ഹീറോ ആ ബ്രില്യൻ സ്റ്റുഡൻറ്റും ഏലിയനെ എടുത്തിട്ട് എവിടെയൊക്കെ പോവുകയാണ്. അപ്പോൾ ആ കുട്ടി അവൻ്റെ ടെൻഡക്കിൾസ് വെച്ചിട്ട് അവരെ പിടിക്കാൻ പോവുകയാണ്. അവളുടെ ടവറിൻ്റെ മുകളിൽ കയറുന്നു. ആ പയ്യനും കയറുകയാണ്. അങ്ങനെ കൃത്യസമയത്താണ് ഒരു മഴ പെയ്തത്. അത് മഴ പെയ്താൽ ഇവരുടെ ടെൻഡക്കിൾസ് വീക്കാവും. അത് ഏലിയനാണ് ഇവർക്ക് ക്ലാസ് എടുത്ത് കൊടുത്തത്. അങ്ങനെ അവൻ ആ ടെൻഡക്കിൾസൊക്കെ പറിച്ച് കളയുകയാണ്. ഇപ്പോൾ അവർ വീണ്ടും താഴേക്ക് തിരിച്ചു വന്നിട്ട് ആ ട്രെയിനർ പറയുകയാണ് നിങ്ങൾക്ക് ഇതിനുള്ള മരുന്ന് വേണമെങ്കിൽ ആ ഏലിയനെ എനിക്ക് താ എന്ന്. നോക്കുമ്പോൾ പുറകിൽ നിന്ന് കുറേ കുട്ടികളൊക്കെ വരികയാണ്. എന്നിട്ട് ഇവനെ ഒരു സ്ഥലത്ത് കുഴിച്ചിട്ടിട്ട് പറയുകയാണ് ഞങ്ങൾ ഇതിനുള്ള മരുന്നുകളൊക്കെ ആദ്യമേ കണ്ടുപിടിച്ചു, നിങ്ങൾ മരുന്നൊന്നും ഞങ്ങൾക്ക് വേണ്ട എന്ന്. ഇപ്പോൾ വീണ്ടും ആ ട്രെയിനർ തോറ്റിരിക്കുകയാണ്. ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മിലിറ്ററിക്കാർ അറിഞ്ഞിരിക്കുവാണ്. എന്നിട്ട് ഇവരുടെ കയ്യിൽ നിന്നും ആ ഏലിയൻ്റെ തല വാങ്ങിയിട്ട് നിറയെ ബോംബുകളൊക്കെ ഫിറ്റ് ചെയ്ത് ഒരു റൂമിലേക്ക് പൂട്ടിയിട്ടിരിക്കുവാണ്. എന്നിട്ട് ഇവർക്ക് ഇത് പൊട്ടുന്നത് ഒരു ലൈവായി കാണിച്ചു കൊടുക്കാനും ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏലിയൻ ഇവരോടൊരു കാര്യം പറയുകയാണ്, എല്ലാ ടീച്ചേഴ്സും വിചാരിക്കുന്ന പോലെ ഞാനും എൻ്റെ കുട്ടികൾ നല്ല രീതിയിൽ പഠിക്കണമെന്നാണ് വിചാരിച്ചത്. ഇനി നിങ്ങൾ ആരെയും ഭയപ്പെടേണ്ടതില്ല, ഞാൻ നിങ്ങൾക്ക് നല്ലൊരു ട്രെയിനിങ് തന്നെയാണ് തന്നത്. എനിക്ക് നിങ്ങളെ പഠിപ്പിച്ചതിൽ വളരെ സന്തോഷം ഉണ്ട് എന്നും അതുകൂടാതെ സെക്ഷൻ ഇ എന്നും പറയുകയാണ്. അങ്ങനെ അത് പറഞ്ഞു തീരുന്നതിന് മുന്നേ ബോംബ് ആക്റ്റീവ് ആവുകയാണ്. ഇപ്പോൾ എല്ലാ കുട്ടികളും സങ്കടത്തോടെ കരയുകയാണ്. എന്നാൽ ഈ ഹീറോ പുറകിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഇതാ ഏലിയൻ വീണ്ടും വന്നിരിക്കുന്നു. എന്നാൽ ഏലിയന് ഒരു ആപത്തും സംഭവിച്ചില്ല. ഇപ്പോൾ ഏലിയൻ എല്ലാവരോടും സന്തോഷത്തോടെ കഴിയുകയാണ്. ഇപ്പോൾ അവർക്ക് ക്ലാസ് എടുക്കാൻ വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. ഈ മൂവി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻ്റ് ഇടുക.